ഹൈ കേസ് പനിയാ തൊണ്ട കടച്ചിരുന്നു. എൻ്റെ മുഖപ്പൊങ്ങന്മാരുടെ ഡള്ളായിട്ടില്ലേ പനി വന്നതിന് ശേഷം. ഇപ്പോഴേ ഞാൻ മുഖത്ത് കുറച്ച് തൈര് തേക്കാമെന്ന് വെച്ചിട്ടോ. അപ്പം ഞാൻ 2 ചേരുവയാണ് ചേർത്തേക്കുന്നത്. 1 സ്പൂൺ തൈര് എടുത്തു, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. മില്ലിൽ പൊടിച്ച സാധാ മഞ്ഞൾപ്പൊടി കേട്ടോ, കസ്തൂരി മഞ്ഞൾപ്പൊടി ഇല്ല, അതുകൊണ്ട് ഇതാ എടുത്തേട്ടോ. 2 സ്പൂൺ തൈരാണ്, കട്ട തൈരുണ്ട്. അപ്പം നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്യാം. തൈര് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഇപ്പോൾ തൈരൊക്കെ പോയി കുടിക്കും. അപ്പം തൈര് ഭയങ്കര ഇഷ്ടമാണ്. മുഖമൊക്കെ ഒരു മാതിരി അയക്കണം. ഈ പനി വന്നപ്പോഴേ, പനി മാറിയിട്ടില്ല, എന്നാലും കുളിക്കാൻ പോകുന്നതിന് മുമ്പേ ഒരു മണിക്കൂർ തേച്ച് വെക്കും. നമുക്ക് തൈര് മഞ്ഞളും കൂടെ ഇങ്ങനെ കൂടി തേച്ച് കൊടുക്കാം. ഷാറിലൊക്കെ വേണ്ട, കഴുകാനുള്ള കൊണ്ട് കുഴപ്പമില്ല. നമുക്കിങ്ങനെ പോയിക്കോട്ടോ. നല്ല കേട്ടോ, ഞാൻ നേരത്തെയൊക്കെ തേച്ച് നല്ല ഇതായി വന്നതായിരുന്നു മുഖമൊക്കെ. അപ്പം വീണ്ടും പനി വന്നതിന് ശേഷം എല്ലാവരും എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ കണ്ടിട്ട് വെച്ച്, അയ്യോ മുഖമൊക്കെ എന്തിങ്ങനെ ആയിപ്പോയത്, ഒരുപാട് ക്ഷീണിച്ചല്ലോ എന്ന്. പനി വരുന്നൊക്കെ എല്ലാം അങ്ങനെ കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാം, ഈ കടുത്ത പനിയും ചുമയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലേ നമുക്ക് ഡോക്ടറെ കാണിച്ചിട്ടൊന്നും എനിക്ക് കുറവില്ലായിരുന്നു. നമ്മുടെ കോടാരിത്തേലം കിട്ടുമല്ലോ അല്ലേ, കോടാരിത്തേലം നല്ല പച്ച കളറല്ലേ, അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് 2 എടുത്തേക്കാം കേട്ടോ. കോടാരിത്തേലം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഇങ്ങനെ ഇച്ചിരി മൂക്കിൽ കഴുത്തിൽ ഒക്കെ തേച്ച് മൂക്കിലൊക്കെ നല്ലപോലെ തേച്ചിട്ട് നമ്മുടെ തൊണ്ടക്കുഴിയിലൊക്കെ തേച്ചിട്ട് പിന്നെ എന്താ ചെയ്യുക, നല്ല വെള്ളം വെട്ടി തിളപ്പിച്ചിട്ട് ആവി പിടിച്ചാൽ മതി. ജലദോഷവും പനിയൊക്കെ മുമ്പടക്കും. ഞാനിപ്പോൾ 2 പ്രാവശ്യം പിടിച്ച് മരുന്നിലൊന്നും മാറിയില്ല. സാധാ വെള്ളം തന്നെ കേട്ടോ, സാധാ വെള്ളം വെട്ടി തിളപ്പിച്ചിട്ട് നമ്മൾ ചെയ്താൽ മതി കേട്ടോ. നല്ല മാറ്റമുണ്ട്. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ഓരോ അനുഭവങ്ങൾ കിട്ടുമ്പോൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. വേണമെന്നവർ ചെയ്യും കേട്ടോ. നല്ലതാണ്, നല്ല മാറ്റമുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം പിടിക്കുമ്പോഴത്തേക്ക് നല്ല സുഖം ഉണ്ടായിരുന്നു. എൻ്റെ കണ്ണിൻ്റെ ഇടയ്ക്ക് ഭയങ്കര കറുപ്പായിപ്പോയി. പനി വന്നതിന് ശേഷമാണ്, പനി വരുമ്പോഴാണ് എനിക്കിങ്ങനെ കൂടുന്നത്. പിന്നെ എന്നത് പ്രായമായില്ലേ, 70 വയസ്സായില്ലേ, അതുകൊണ്ട് ഇനിയിപ്പം ചൊളിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങനത്തെ കണ്ണിൻ്റെ അടുത്ത് കറുത്തതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി. അപ്പം ഇത് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ കസ്തൂരി മഞ്ഞൾ കിട്ടിയ ഏറ്റവും നല്ലതാണ്. നമുക്ക് കിട്ടാനില്ല, ഇത് മില്ലിൽ പൊടിപ്പിച്ച പൊടിയാണ്, കെമിക്കലൊന്നുമില്ല. അതുകൊണ്ട് നല്ല പച്ചമഞ്ഞൾ ഉണക്കി അവർ പൊടിപ്പിക്കുന്നതാണ്. നമ്മൾ വാങ്ങുന്നത് മിനി റോഡിലൊരു മില്ലുണ്ട്, അവിടുത്തെ കാശ്മീരി പൊടിയൊക്കെ നല്ലതാട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, നല്ലതാണ്. നമുക്കിത് 1 മണിക്കൂർ നിൽക്കണം, ഇത്രയും മതി കേട്ടോ. 1 മണിക്കൂർ ഞാൻ കൈയാണ് കഴുകിയിട്ട് കേട്ടോ. 1 മണിക്കൂർ ഇങ്ങനെ നിന്നിട്ട് നമുക്കൊന്ന് നല്ലപോലെ കഴുകിക്കളാം, എന്നിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. 2ാമത്തെ വീഡിയോയിൽ നല്ലതാണ്. പക്ഷെ ഞാൻ എടുത്തത് കുറച്ച് കൂടിപ്പോയി. ഇപ്പം എന്തെങ്കിലും പറ്റും, ഫ്രിഡ്ജിൽ വെക്കും, നാളെ എടുക്കും. ഇതിപ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആയതിനു ശേഷം 2 കയ്യിലും നല്ലപോലെ നമ്മൾ ചൂട് ഇങ്ങനെ ആക്കിയിട്ട് നമ്മുടെ കയ്യിൽ 2 തേക്കുമ്പോൾ നല്ല ചൂടുണ്ടാവില്ല, ആ ചൂട് വെച്ചിട്ട് ഇങ്ങനെ നല്ല മസാജ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ പറ്റത്തില്ല, ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോൾ ഒന്ന് ഡ്രൈ ആവും. അതിന് ശേഷം നല്ലപോലെ ഒന്ന് മുഖം ഒന്ന് നല്ല കൈ നല്ല ഇതാക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് ചൂട് വെച്ച് നമ്മുടെ കയ്യിലെ ചൂട് തന്നെ ഒന്ന് തേച്ച് കൊടുത്താൽ ഒത്തിരി കൂടെ നല്ല കിട്ടും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സപ്പോർട്ട്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് കാണണം. ഓക്കെ, ബൈ.